कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കർക്കിടകം തുടങ്ങി 15 ദിവസങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. ഈ 15 ദിവസങ്ങളിലും രാമായണത്തെ അടുത്തറിയുവാൻ ഉദയാമൃതം കാരണമായി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായും രാമായണ പാരായണത്തെ പാരായണം എന്ന വാക്കിലൊതുക്കാതെ വലിയ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഭക്തി തലങ്ങളാണതെന്ന് മനസ്സിലാക്കുവാനും ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട കർമ്മധർമ്മങ്ങളുടെ യഥാർത്ഥമായൊരു പാഠപുസ്തകമാണ് രാമായണമെന്ന് മനസ്സിലാക്കുവാൻ ഈ കാഴ്ചകളും പാരായണവും ക്ഷേത്രദർശനവും ഒക്കെ ഉതകിയെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ജഗദ്ഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതത്തിനൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ അധ്യാപകരോട് വിനയപൂർവ്വം പെരുമാറുവാൻ മക്കളെ പഠിപ്പിക്കണം. വിനയമുള്ള വിദ്യാർത്ഥിയിലെ വിദ്യ ഫലിക്കൂ. വിശേഷിച്ച് ആധ്യാത്മിക വിദ്യ പഠിക്കുന്ന കുട്ടികൾ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. പഠിത്തം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്. കുട്ടികൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാൻ ശീലിക്കണം. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ നന്മയെ അറിയുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. രാമ രാമ എന്ന് ആരൊക്കെ എപ്പോഴൊക്കെ ജപിക്കുന്നുവോ അപ്പോഴൊക്കെ അവിടെ ആഞ്ജനേയ സാന്നിധ്യമുണ്ടാകും എന്നത് വലിയൊരു വിശ്വാസമാണ്, വലിയൊരു സത്യം തന്നെയാണ് അത്. അങ്ങനെയുള്ളപ്പോൾ രാമായണം പാരായണം ചെയ്ത തുടക്ക ദിവസങ്ങളിൽ തന്നെ ഇത്തവണത്തെ കർക്കിടകത്തിൽ നാം ഒരു ഹനുമക്ഷേത്രം കണ്ടു കഴിയുകയും ചെയ്തു. ആലത്തൂർ ഹനുമാൻകാവ്. യഥാർത്ഥത്തിൽ അതൊരു രാമക്ഷേത്രമാണ്, പെരുന്തൃക്കോവിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്.
പക്ഷേ അവിടെ ഭഗവാന്റെ അടയാള വാക്യം ശ്രദ്ധിച്ചു കേൾക്കുന്ന ശ്രദ്ധാഭാവത്തോടു കൂടി ആഞ്ജനേയനെ നമുക്ക് കാണാനാകുമെന്ന വിശ്വാസവും പറയുകയുണ്ടായി. ഹനുമത് ക്ഷേത്രം നാം ആദ്യമേ കണ്ടു കഴിഞ്ഞു എങ്കിലും നമ്മുടെ പാരായണത്തിൽ ഹനുമത് നാമങ്ങൾ ഉരുവിടുവാൻ പോകുന്നത് ഇനിയാണ്. ഇന്നാണ് ഹനുമത് നാമം ആദ്യമായി ഉരുവിടുന്നത്. ഹനുമത് സാന്നിധ്യം രാമായണ പാരായണത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ശ്രദ്ധാപൂർവം പാരായണം ശ്രവിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശാരിക പൈതലെ ചാരുശീലേ വരീകാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവാനെങ്കീലനം കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കൂകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്ര സൂകര സേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനേൻ. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ദൃശ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോട് കുതിച്ചു പാഞ്ഞുത്തങ്കമായി ശൈലാഗ്രമമേറിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ ആരി വരുന്നതിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊല്ലയലെന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലീ. വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപഭാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ. വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ
മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സാധങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വക്കിങ്കൽ നല്ല വൈയാകരണൻ വടുനിർണയം. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ നുഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ന്യായമൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരവർക്കൂ മരീകളെ. വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സിങ്കൽ എഴുന്നള്ളു കുൽത്താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാരുതി. പോക മമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ടുൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു. വിപ്രവേഷത്തിൽ വന്ന ഹനുമാൻ ശ്രീരാമന് മുന്നിലെത്തുന്ന ഭാഗം അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന ഹനുമത് രാമസമാഗമം എന്ന് പറയുന്നത് രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടം തന്നെയാണ്. ഹനുമത് ഭക്തരായവർക്ക് അല്ലെങ്കിൽ ഹനുമത് ചൈതന്യത്തെ അടുത്തറിയുന്നവർക്ക് ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നുണ്ടാകുന്നൊരു ആത്മഹർഷമുണ്ട്. അത് വാക്കുകളാൽ പറയാനാകുന്നതല്ല. യഥാർത്ഥത്തിൽ ഹനുമത് സാന്നിധ്യത്തെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാദേവൻ്റെ അവതാരമാണ് ശ്രീ ഹനുമാൻ എന്ന് പോലും വിശ്വാസമുണ്ട്. ശിവചൈതന്യമാണ് അഞ്ജനയുടെ ഗർഭത്തിൽ ചെന്നതെന്നും അങ്ങനെയാണ് ഹനുമാൻ ജനിക്കുന്നതെന്നും വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമുള്ളപ്പോൾ തന്നെ ആഞ്ജനേയന് രാമനോടുള്ള ഭക്തി എത്രത്തോളമാണ് എന്ന് എത്ര കഥകൾ വേണമെങ്കിലും നമുക്ക് പറയാനാകും. അതിലൊന്ന്, ഒരിക്കൽ സീതാദേവി നെറുകയിൽ സിന്ദൂരമണിയുന്നത് ഹനുമാൻ കാണുകയുണ്ടായി. മാദേവിയുടെ അടുത്ത് ചെന്നിട്ട് സീതാദേവിയോട് ചെന്ന് ഹനുമാൻ ചോദിച്ചു, എന്തിനാണ് അമ്മ ഇങ്ങനെ സിന്ദൂരം അണിഞ്ഞത് എന്ന്. അപ്പോൾ സീതാദേവി പറഞ്ഞു, ശ്രീരാമൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നെറുകയിൽ സിന്ദൂരം അണിഞ്ഞത് എന്ന്. ഇത് കേട്ട് ഒരല്പം കഴിഞ്ഞ് പിന്നീട് ശ്രീരാമനും സീതാദേവിയും കാണുന്നത് ആഞ്ജനേയൻ തൻ്റെ ദേഹമാകെ കുങ്കുമം പൂശി, അതായത് തല മുതൽ പാദം വരെ മുഴുവനും കുങ്കുമത്താൽ അഭിഷിക്തനായി നിൽക്കുന്നതാണ്. എന്താണ് മാരുതി ഇങ്ങനെ കുങ്കുമത്താൽ അഭിഷിക്തനായി നിൽക്കുന്നത് എന്ന് ശ്രീരാമ ചോദ്യത്തിന് ഹനുമാൻ മറുപടി പറഞ്ഞത്, അമ്മ നെറുകയിൽ സിന്ദൂരം അണിയുന്നത് അങ്ങയുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ദേഹം മുഴുവനും കുങ്കുമം അണിഞ്ഞുകൊണ്ട് അങ്ങേക്ക് മുഴുവൻ ശ്രേഷ്ഠതയും ഉണ്ടാകട്ടെ എന്ന്, ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേട്ട് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ആ ഭക്തിയിൽ തൻ്റെ ഭക്തനോടുള്ള സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്തു ശ്രീരാമൻ ആഞ്ജനേയനെ. എന്നിട്ട് പറഞ്ഞു, ആരൊക്കെ എൻ്റെ നാമം എപ്പോഴൊക്കെ ജപിക്കുന്നുവോ അപ്പോഴൊക്കെ നിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകട്ടെ എന്ന്. അതല്ല എങ്കിൽ രാമായണം പാരായണം ചെയ്യുന്ന, രാമനാമങ്ങൾ ജപിക്കുന്ന ആർക്കായാലും ശരി, ഭക്തിയുടെ പൂർണ്ണഭാവം ലഭിക്കണമെങ്കിൽ ആഞ്ജനേയനെ കൂടെ ഭജിച്ചാൽ മാത്രം അത് സാധ്യമാകട്ടെ എന്ന് രാമൻ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇന്നും രാമായണ പാരായണം ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ രാമനാമങ്ങൾ ഉരുവിടുന്നിടത്തുമെല്ലാം ആഞ്ജനേയ സാന്നിധ്യത്തിന് ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത്. അതുമാത്രമല്ല,
രാമ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിലായാലും ശരി, അതല്ലാതെ തന്നെ ആഞ്ജനേയ സാന്നിധ്യമുള്ള ഏത് ക്ഷേത്രങ്ങളിലായാലും ആഞ്ജനേയ വിഗ്രഹത്തിന് കുങ്കുമം ചാർത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ എല്ലാവരും. മൂകാംബികയിലെ ആഞ്ജനേയനെ എപ്പോഴും നമുക്ക് ചുവന്ന നിറത്തിലാണ് കാണാനാകുന്നത്. അങ്ങനെ കാണുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ ഐതിഹ്യമാണ് അതിന് പിന്നിലുള്ളത്. സീതാദേവി നെറുകയിൽ സിന്ദൂരം അണിഞ്ഞപ്പോൾ രാമൻ്റെ ശ്രേയസ്സിന് വേണ്ടി ദേഹം മുഴുവനും സിന്ദൂരം അണിഞ്ഞ് നിൽക്കുകയാണ് ആഞ്ജനേയൻ. അപ്പോൾ ആരാണോ ആഞ്ജനേയന് കുങ്കുമാഭിഷേകം നടത്തുന്നത് അവർക്ക് രാമപ്രീതി അത്രത്തോളം ലഭിക്കുന്നുവെന്ന് വിശ്വാസം. नमः शिवाभ्यां परमौषधाभ्यां पञ्चाक्षरी पञ्जररञ्जिताभ्यां प्रपञ्चसृष्टिस्थितिसंहृताभ्यां नमो नमः शङ्करपार्वतीभ्यां नमः शिवाभ्याम् अतिसुन्दराभ्याम् अत्यन्तमासक्तहृदम्बुजाभ्याम् अशेषलोकैकहितङ्कराभ्याम् नमो नमः शङ्करपार्वतीभ्याम्. കൊല്ലും കൊലയും നടത്തി ചതിയുടെയും വഞ്ചനയുടെയും മേച്ചിൽപ്പുറങ്ങളിലൂടെ നഗരം അടക്കി ഭരിക്കുന്ന കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ, പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് വിശ്വസിച്ച് ജീവിതം ആർഭാടമാക്കി മുന്നോട്ടു പോകുമ്പോൾ നനച്ചിരിക്കാതെ അവളെത്തി. എല്ലാം കീഴ്മേൽ മറിക്കാൻ കലികാലത്തിന്റെ പര്യായമായി ഒരപരിചിത. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അറിയാതെ പെട്ടുപോയ ഒരു പാവം വേഴാമ്പൽ, അശ്വതി ശങ്കർ എന്ന ഒരു ജേർണലിസ്റ്റ്. അപരാധികളെ നിരപരാധികളും നിരപരാധികളെ അപരാധികളുമാക്കുന്ന നമ്മുടെ സമൂഹം അവൾ കണിയിച്ച മുൾക്കിരീടം പക്ഷെ വീണത് വളയിടേണ്ട കൈകളിലാണെന്ന് മാത്രം. നാവ് തെളിവാക്കുന്ന ഇക്കാലത്ത് നാവടയ്ക്കപ്പെട്ട നിസ്സഹായാവസ്ഥയിലായിപ്പോയ ഈ പാവം പെൺകുട്ടിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ? पञ्चाक्षरी पञ्जररञ्जिताभ्यां प्रपञ्चसृष्टिस्थितिसंहृताभ्यां नमो नमः शङ्करपार्वतीभ्यां नमः शिवाभ्याम् अतिसुन्दराभ्याम् अत्यन्तमासक्तहृदम्बुजाभ्याम् अशेषलोकैकहितङ्कराभ्याम् नमो नमः शङ्करपार्वतीभ्याम्. വായുപുത്രനായ ഹനുമാൻ രുദ്രന്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട്, രുദ്രഭാവത്തിന്റെ നിറമാണ് ചുവപ്പ് എന്ന സങ്കല്പമുള്ളതുകൊണ്ടും, ചുവന്ന ആഞ്ജനേയൻ രുദ്രഭാവം തന്നെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആഞ്ജനേയനെ മാരുതിയായി കരുതി ആരാധിക്കുമ്പോൾ മാരുതിക്ക് 2 ഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന് ദാസ്യമാരുതിയും മറ്റൊന്ന് വീരമാരുതിയും. ശ്രീരാമന്റെ തിരുമുന്നിൽ മാത്രമാണ് ഹനുമാന് ദാസ്യഭാവമുള്ളത്. ശൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആഞ്ജനേയനെക്കുറിച്ച് പറയുമ്പോൾ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രധാനമൂർത്തിയോടൊപ്പം ഉപദേവതാമൂർത്തിയായിട്ടാണ് എങ്കിൽ പോലും ആഞ്ജനേയന് വലിയ പ്രാധാന്യം നൽകി ആരാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. തൂണിലും തടിയിലും ഒക്കെ ആഞ്ജനേയഭാവങ്ങൾ ചൈതന്യമായി നിന്നുകൊണ്ട് സകലർക്കും രക്ഷ നൽകുന്നുവെന്ന് കണ്ടു മനസ്സിലാക്കുവാനാകും. ആറ്റിങ്ങൽ കൊട്ടാരത്തിനോട് ചേർന്നുള്ള പെരിയ ഉടയാർ കോവിലിൽ ആഞ്ജനേയ സാന്നിധ്യമുള്ളത് ശ്രീകോവിലിന്റെ ഒരു വശത്തായിട്ടാണ്. ശ്രീകോവിലിന്റെ പുറം ചുമരിന്റെ മുകൾ തട്ടിലൊരു വശത്തേക്ക് താഴേക്ക് നോക്കിയിരിക്കുന്ന വാനരഭാവത്തെ ആഞ്ജനേയനായി കരുതി ആരാധിക്കുന്നു. അവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്കാണ് ശാന്തിയും സമാധാനവും ആത്മധൈര്യവും ലഭിക്കുന്നത്. ശ്രീരാമജയ മന്ത്രങ്ങളാൽ ആലേഖിതമാണ് ആ പ്രദേശം ആകെ.
വർദ്ധിതമായ വീരത്തിൻ്റെ, അതുപോലെ തന്നെ ഭക്തിയോട് ചേർന്ന ദാസഭാവത്തിൻ്റെ ഒക്കെ പ്രതീകമായി നിൽക്കുന്നു മാരുതി എന്നറിയുമ്പോൾ ഉദയാമൃതത്തിൻ്റെ യാത്രകളിലെ ഏറ്റവും വലിയ അനുഗ്രഹം കർണാടകയിലെ നഗരയിലെ തിരക്കുകൾ ഏതുമില്ലാത്ത ഒരു ഗ്രാമപ്രദേശത്തെ ഒഴിഞ്ഞ പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം കാണുവാനായതാണ്. ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി 5 മുഖത്തോടുകൂടി സകല അനുഗ്രഹം നൽകുന്ന ചൈതന്യഭാവത്തെ അവിടെ ദർശിക്കുവാനായി. നഗരയിലെ പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം കണ്ടുകഴിഞ്ഞാൽ പിന്നെ വൈഷ്ണവ സാന്നിധ്യം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ആഞ്ജനേയന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുമ്പോൾ വാനരഭാവത്തിൽ ആഞ്ജനേയനെ ആരാധിക്കുന്ന ഒരു പ്രദേശം നമുക്ക് ഈ അടുത്തിടെ കാണുവാനായി. അത് വൃന്ദാവനമാണ്. അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകീ വല്ലഭം कौन कहते हैं भगवान आते नहीं तुम मीरा के जैसे बुलाते नहीं. വൃന്ദാവനത്തിൽ ഒരൊറ്റ ആഞ്ജനേയ ക്ഷേത്രം പോലും കണ്ടില്ല നമ്മൾ. പക്ഷേ അവിടെ ആഞ്ജനേയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. അവിടെ കടമ്പുമരത്തിലും യമുനയുടെ തീരത്തും കൊട്ടാരങ്ങളിലുമൊക്കെ യഥേഷ്ടം വിഹരിക്കുവാൻ അനുവാദമുള്ള വാനരന്മാർ. ശ്രീരാമദാസനായ ആഞ്ജനേയനോടുള്ള തന്റെ സ്നേഹഭാവം കൊണ്ട് അടുത്ത അവതാരകാലത്തും വൃന്ദാവനത്തിൽ ആഞ്ജനേയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഗോലോകം ഭൂമിയിലേക്ക് എത്തിയപ്പോൾ, അത് വൃന്ദാവനമായി മാറിയപ്പോൾ അവിടെ വാനരന്മാർക്ക് ഇത്ര സ്വാതന്ത്ര്യം നൽകിയത്. ഇന്നും വൃന്ദാവനത്തിലേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും ആദ്യം തന്നെ ലഭിക്കുന്ന നിർദ്ദേശം വാനരന്മാരെ ഉപദ്രവിക്കരുതെന്നും അവരുടെ സ്വൈര്യസഞ്ചാരത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കരുത് എന്നുമാണ്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ശക്തിയാണ് വൈഷ്ണവഭാവം എങ്കിൽ ആ ഭാവത്തെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചാൽ പരമാത്മചൈതന്യത്തെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തി ഓരോ മനുഷ്യനും ലഭിക്കും എന്ന് പഠിപ്പിക്കുന്ന ഗുരുവാണ് ആഞ്ജനേയൻ, ശ്രീ ഹനുമാൻ. യഥാർത്ഥ യോഗിയും യഥാർത്ഥ ഭക്തനും ശിവചൈതന്യവും രാമദാസനുമായ ആഞ്ജനേയനെക്കുറിച്ച് പറയുവാനുള്ള മഹാഭാഗ്യമാണ് ഈ ദിവസം ലഭിച്ചിരിക്കുന്നത്. ഈ മഹാഭാഗ്യം മനസ്സിൽ നിറച്ചു നിൽക്കേണ്ട ഒന്ന് തന്നെയാണ്. നിറഞ്ഞു നിൽക്കട്ടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും എന്ന പ്രാർത്ഥനകളോടുകൂടിയാണ് ഇന്ന് വിട വാങ്ങുന്നത്. നമസ്കാരം.